ഹായ് അസ്സലാമലൈക്കും. ഇതത്തന്നെ മുട്ടായി പിടിച്ചിരിക്കണമെന്നല്ല, ഇത് എൻ്റെ അയൽവാസി ചേച്ചിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് മുട്ടായിയൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് അങ്ങനെ മുട്ടായിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് പണി കിട്ടിയിട്ടാണ്. ഇങ്ങനെ മാങ്ങ ചെറുതാക്കി അരിയാൻ തന്നിട്ട് അച്ചാറിടാൻ. പിന്നെ ഉമ്മാക്ക് കാര്യമായിട്ടുള്ള പണി എന്താ വെച്ചാൽ വെച്ചുണ്ടാക്കുന്ന പരിപാടി നോമ്പല്ലേ. അപ്പോൾ വൈകുന്നേരം അതാ അമ്മ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ച ചിക്കൻ കറിയും പത്തിരിയായിട്ട് അന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ കൊലയുമ്പോൾ വന്നിരുന്നപ്പോൾ നല്ല മയക്കാറിട്ട്. അപ്പോൾ തിരുമ്പി എടുത്താക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അത് കണ്ടത്. മുന്തിരി മരത്തും ആകെ രണ്ട് മുന്തിരി ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞങ്ങൾ അറുത്ത് തിന്ന്, കാരണം അതൊക്കെ പൂത്തിന്ന്. അപ്പോൾ അതൊക്കെ അറുത്ത് തിന്ന്. ഞാൻ ആ 2 മുന്തിരി അവിടെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ മുറ്റത്ത് കൂടി ഇറങ്ങപ്പോഴാണ് അത് കണ്ടത്. ഇതെന്ന സംഭവം എന്നറിയോ, ഇത് മിറാക്കിൾ ഫ്രൂട്ട് അറിയട്ടെ. ഇത് തിന്ന് 2 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് നല്ല മധുരക്കറി, എന്താ തിന്നാലും മധുരക്കര. ഇങ്ങനെ നമ്മളെ നാരങ്ങ തൊള്ളിക്ക് പീഞ്ഞാലും നമുക്ക് ഭയങ്കര മധുരക്കര കേട്ടോ ആ ഒരു ഫ്രൂട്ട് തിന്നാൽ. അങ്ങനെ പിന്നെ ഞാൻ മുന്തിരിയൊക്കെ അറുത്ത് പിന്നെ മിറാക്കിൾ ഫ്രൂട്ടും ഈ മുന്തിരിയൊക്കെ കൂടി കൈക്ക് പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ ഉമ്മാൻ്റെ കടലാസും പൂവൊക്കെ ഒന്ന് കാണാൻ വെച്ചിട്ട് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോയി ഇങ്ങനെ ചുറ്റി നടന്നിട്ടാണ്. അങ്ങനെ എന്തായാലും നല്ല മയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തിരുമ്മിയൊക്കെ കൂടെ എടുത്തിട്ട് ഞാൻ കൊലയുമ്പോൾ തെണ്ടുമ്പോൾ ഇട്ടിട്ടാട്ട് ഞാനിപ്പോൾ വന്ന് ഇങ്ങനെ മുറ്റത്തുള്ള ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ നടന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതെന്താ സംഭവിച്ചാൽ പന്നികൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ നെറ്റ് കിട്ടുന്നേ കേട്ടോ അവിടെ. അങ്ങനെ മുറ്റത്ത് കൂടി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നടന്നിട്ടും പിന്നെ നമുക്ക് കിട്ടിയ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഉള്ളിൽ കയറി ചെന്ന് നോക്കിയപ്പോൾ ഇതാട്ട അവസ്ഥ. എല്ലാം ടേബിളും എത്തിയിരിക്കണം. അപ്പോൾ അനിയന്മാർ ഓരോന്നായിട്ട് കൊടുന്ന് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ കൊക്കവട ഭയങ്കര ഇഷ്ടം കേട്ടോ. കൊക്കവടയ്ക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി തന്നെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനതിലത്തെ മുന്തിരി ഞാൻ മുറ്റത്തുനിന്ന് പറിച്ചിടുന്ന മുന്തിരി ഞാൻ ഫ്രൂട്ട്സ് പാത്രത്തിലിട്ട് വെച്ചിട്ടാണ്. അങ്ങനെ എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്ന് പോയിക്കോട്ടെ വെച്ചിട്ടാ. മുന്തിരി പോത്തിട്ടില്ല, പച്ചയായിട്ടാ. പിന്നെ ഞാൻ സമ്മന്തി ഇറക്കാൻ വേണ്ടി നിന്ന്. എനിക്കാണെങ്കിൽ ഈ കൊക്കവടയ്ക്ക് ഉള്ളിവടയ്ക്കൊക്കെ ഈ സമ്മന്തി ഇല്ലാതെ തിന്നാൻ വയ്ക്കൂല കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചാൽ തക്കാളിയും പച്ചമുളകും ഉപ്പും സുർക്കയും വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് അടിച്ചിട്ടാ. അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കി കൊടുത്ത് ഓനത് അടിച്ചോളാറ് കേട്ടോ. അങ്ങനെ ഓനത് അടിച്ചാനാക്കിയിട്ട് പിന്നെ ഞാൻ ടേബിളിൽ വന്ന് നോക്കിയപ്പോൾ അത് പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പത്തിരി പാത്രമൊക്കെ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ച് അങ്ങനെ സമ്മന്തി റെഡി ആയിട്ടാണ്. പിന്നെ നോമ്പറക്കാൻ വേണ്ടി വന്നപ്പോൾ അത് ഓലും ഇങ്ങനെ ജ്യൂസ് അതും ഇതൊക്കെ ആയിട്ട് തിന്നും. പക്ഷെ എൻ്റെ കണ്ണ് പോണ എന്താണ്, കൊക്കവടി സമ്മന്തി ഇവിടെ കണ്ടിട്ട് എനിക്ക് സമാധാനമില്ല. കാരണം ഈ പൊരിക്കടിയല്ലേ വേഗം തിന്ന് കഴിയുക. അപ്പോൾ ഞാൻ എന്താ കാട്ടി ഭാഗം കൊടുത്ത സ്പോട്ടിൽ ഓലൊക്കെ നോമ്പറക്കുമ്പോൾ എനിക്ക് കൊക്കവട തിന്നല് എന്നിട്ട് പണി. അല്ലെങ്കിൽ ഇങ്ങനെ പൊരിക്കടി കാണൂല, പെട്ടെന്നാവും കേട്ടോ പൊരിക്കടി തീരെ. പ്രത്യേകിച്ച് സമ്മന്തി ഉണ്ടാകുമ്പോൾ വേഗം തിന്ന് കഴിയും കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ സമ്മന്തി മുക്കിയിട്ട് ആദ്യം കൊക്കവട തിന്നു. എന്നിട്ട് പിന്നെ ഞാൻ ബത്തക്ക വെള്ളം കുടിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഫ്രൂട്ട്സ് തിന്നണം. ഞാൻ ഫ്രൂട്ട്സ് തിന്നപ്പോഴത്തേന് ഓലതവിടെ അപ്പം തിന്നൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും പിന്നെ അപ്പം തിന്നായിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പത്തിരി ചിക്കൻ കറി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. ആദ്യമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്താണ് അവൾക്ക് എത്ര പത്തിരിയും ചിക്കൻ കറിയും കിട്ടിയാൽ, അതായത് തേങ്ങ അരച്ച ചിക്കൻ കറി കിട്ടിയാൽ നല്ല ഇഷ്ടമാട്ടോ. പള്ളറച്ച് പിന്നെ ആയിരുന്നു തിന്നോളൂ. ഇപ്പത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പള്ളറച്ച് തിന്നിട്ടോ, എല്ലാം കേട്ടോ ഒന്നും തിന്നൂല കേട്ടോ. ആ ഒരു അവസ്ഥ കേട്ടോ. പിന്നെ വൈകുന്നേരം ചേച്ചി കൊടുന്ന് തന്ന മുട്ടായിയും തിന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പ് ദിവസം എങ്ങനെയാണ്.